ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അങ്ങനെ 2025 കഴിയാറാകുമ്പോഴേക്കും സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ നല്ലൊരു ന്യൂസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലെ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്നുള്ള അവരുടെ 2026 ഒഫീഷ്യൽ കലണ്ടർ, ആനുവൽ കലണ്ടർ അവർ റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ഇതിൻ്റെയോടൊപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള അവരുടെ എത്രത്തോളം വാക്കൻസി അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് അവരുടെ സെലക്ഷൻ വരുന്നത്, ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നത്, ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ള ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ്. ഒരുപാട് പേര് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. SSCയുടെയും ആനുവൽ കലണ്ടർ റിലീസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ SSC റെയിൽവേ ഒക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പുതിയ വർഷം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എക്സാമുകളുടെ സമയം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ലപോലെ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമേ ശ്രമിച്ചാലേ നമ്മൾ ആ പറയുന്ന സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരൊക്കെയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷന് എലിജിബിൾ ആകുന്നതെന്നും ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നത്, അവരുടെ ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം. ഓക്കെ, അപ്പൊ ആനുവൽ കലണ്ടർ വന്ന കാര്യം അറിയാം. നമ്മുടെ ജനുവരി തൊട്ട് ഡിസംബർ വരെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ആനുവൽ കലണ്ടർ ആണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 2025 എക്സാം നടക്കാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. റെയിൽവേ എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലോ പേസിൽ പോകുന്ന ആളാണ്. എങ്കിൽ പോലും ഇപ്പോൾ വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യം അല്ലേ. അപ്പൊ അത് തന്നെ സന്തോഷത്തിന്റെ കാര്യമായിട്ട് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ജനുവരി തൊട്ട് ഡിസംബർ വരെ അവരുടെ എക്സാം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ എക്സാമും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒപ്പം തന്നെ നടത്തിപ്പോവും. അപ്പൊ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 8 ജോലികളുടെ ആ ഒരു പോസ്റ്റുകളിലേക്കുള്ള ആ കാറ്റഗറിയിലേക്കുള്ള എക്സാംസുകളാണ് അവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഗ്രൂപ്പ് ഡി തൊട്ട് അങ്ങ് ഡിഗ്രി വരെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടുന്ന പല രീതിയിലുള്ള പോസ്റ്റുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഗ്രാജുവേറ്റിൽ വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ NTPC തുടങ്ങിയ എക്സാമുകൾ. പിന്നെ എഞ്ചിനീയറിംഗുകാർക്ക് പ്രത്യേകം വാക്കൻസികൾ, ITI പഠിച്ചവർക്ക് പ്രത്യേകം വാക്കൻസി, ഡിപ്ലോമ ഉള്ളവർക്കുള്ള വാക്കൻസി, അങ്ങനെ ഒരുപാട് വാക്കൻസികൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ തന്നെയാണ്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ വർഷം 2025 ലോക്കോ പൈലറ്റ് വിളിച്ചൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പൊ NTPC എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അവർ എത്തി നിൽക്കുകയാണ് 2025 കലണ്ടർ പ്രകാരം അല്ലെ. അപ്പം ഇനിയും വരാനുള്ള എക്സാംസുകളുണ്ട്. ഗ്രൂപ്പ് ഡി ഇനി വിളിക്കാനുണ്ട്, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് വിളിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. പിന്നെ ഇത്തവണ അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, അതായത് നമുക്കൊരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നോർമലി ഉള്ളത് അല്ലെ, rrb.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ നമുക്ക് ഫുൾ നോട്ടിഫിക്കേഷൻ കിട്ടുമായിരുന്നു. ഇപ്പൊ അവർക്ക് ഒരു പ്രത്യേകം ഡിവിഷനിങ് ചെയ്തിട്ടുണ്ട്. ഏത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഓരോ എക്സാമും നടത്തുന്നതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ചെന്നൈയാണ് മെയിൻ സെന്റർ എന്ന് പറയുന്നത്. ചെന്നൈയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. എങ്കിൽ പോലും ഓരോ എക്സാമിനും പ്രത്യേകം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിനെ അവർ ഏർപ്പാടാക്കിയിട്ടാണ് ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ തന്നെ അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അത് എന്തെങ്കിലും അവരുടെ ഡിവിഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ RRB ട്രിവാൻഡ്രത്തിന്റെ ബേസിൽ വരുന്നതാണ്. RRB ടെക്നീഷ്യൻ എക്സാംസ് ഒക്കെ അവരായിരിക്കും കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ നമ്മൾ പോർട്ടലിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ RRB ട്രിവാൻഡ്രം ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ടെക്നീഷ്യന് വേണ്ടി സെലക്ട് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവർ ചെറിയ മാറ്റമെങ്കിലും വരുത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്ന ഓരോ എക്സാംസിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ആരൊക്കെയാണ് എലിജിബിൾ, എന്തൊക്കെ പോസ്റ്റുകളാണ് വരുന്നത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം മനസ്സിലാക്കി അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. വാക്കൻസി ഒന്നും ഇപ്പൊ നോക്കിയിട്ട് ഒരു കാര്യമില്ല. പറയുന്ന 2026 എന്ന് പറയുന്നത് ഒരുപാട് വാക്കൻസിയോടെ റെയിൽവേ വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറിയില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഇട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും RRB NTPCയുടെ ഗ്രാജുവേറ്റും ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡിഗ്രിയുടെ പോസ്റ്റും ഉണ്ട്. അതുപോലെ +2 യോഗ്യതയുള്ള പോസ്റ്റ് ഏതിൽ വരുന്നുണ്ട്, NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്നതിൽ വരുന്നുണ്ട്. അതായത് ടെക്നിക്കൽ ഫീൽഡ് പഠിച്ച എല്ലാവർക്കും ഉള്ള ഒരു കാറ്റഗറി ആയിട്ടാണ് NTPCയെ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ട്രാഫിക് അസിസ്റ്റന്റ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അത് കഴിഞ്ഞ് +2 ലെവലിൽ നിൽക്കുന്ന പോസ്റ്റുകളാണ് കുറച്ച് ടൈപ്പിസ്റ്റ് ആൻഡ് ക്ലറിക്കൽ പോസ്റ്റ്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ തുടങ്ങിയ പല വിവിധ ഒരു പോസ്റ്റുകൾ അതിനകത്താണ് വരുന്നത് കേട്ടോ.
ഇനി അടുത്ത NTPC ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് വരുന്നത് നമ്മുടെ ഗ്രാജുവേറ്റ് പോസ്റ്റിനാണെങ്കിൽ 18 to 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഗ്രാജുവേറ്റ് ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം അണ്ടർ ഗ്രാജുവേറ്റ് +2 കഴിഞ്ഞവർക്കാണെങ്കിൽ 18 to 30 വയസ്സാണ്. ഓക്കെ, ആ ഒരു ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി എന്താണ്, ഗ്രാജുവേറ്റ് ലെവൽസിന് ഡിഗ്രി ക്വാളിഫിക്കേഷനും നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ വരുന്നത്. അതായത് ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടി +2 ക്വാളിഫിക്കേഷൻ വേണം. ഇനി അടുത്ത് എങ്ങനെയാണ് അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്, എങ്ങനെയാണ് ഏത് സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു CBT 1 കാണും, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറഞ്ഞ് ഒരു Tier 1 കാണും. അത് കഴിഞ്ഞ് അടുത്തൊരു Tier 2 എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കാണും. 2 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉള്ള എക്സാമിനേഷൻ ആണ് NTPC എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അത്രത്തോളം അതിന്റെ ഫസ്റ്റ് ലെവലിന് വേണ്ടി പഠിക്കണം. കാരണം ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യും, പിന്നെ മാത്രമേ ആ ഫിൽറ്ററിങ് വരൂ അല്ലേ. ഫസ്റ്റ് ടയർ കഴിയുമ്പോൾ അടുത്ത ഫിൽറ്ററിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ പഠിക്കും ഈ പറയുന്ന NTPCക്ക് വേണ്ടി. ഗ്രാജുവേറ്റിന് ആ ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അണ്ടർ ഗ്രാജുവേറ്റിന് അണ്ടർ ഗ്രാജുവേറ്റിന്റെ ആ ഒരു +2 യോഗ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ 2 ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ് മാക്സിമം അതിന് വേണ്ടിയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തേ പറ്റൂ. കാരണം ഒരുപാട് ആൾക്കാരെ എഴുതുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണ് NTPC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ CBT 1, CBT 2. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. സ്റ്റേഷൻ മാസ്റ്റർ ഗ്രാജുവേറ്റിലാണ് വരുന്നത്. അതിനെന്ന് പറയുമ്പോൾ CBAT എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ ഉണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റും കൂടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വരും കേട്ടോ. അപ്പൊ അതാണ് ഒരു ടെസ്റ്റ്. അതപ്പം രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ആ CBAT എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ടാവും. ചില ഈ പറയുന്ന ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണെങ്കിൽ അവർക്ക് എന്തിന്റെ ടെസ്റ്റ് കാണും, ടൈപ്പിംഗ് സ്കില്ലിന്റെ ടെസ്റ്റ് കാണും. അപ്പോൾ ഈ പറയുന്ന ചില പോസ്റ്റുകൾ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ പ്രിഫറൻസ് അനുസരിച്ച് കിട്ടിയത്, നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് കിട്ടിയത്, ആ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണോ സ്കിൽ ടെസ്റ്റ് പറയുന്നത് ആ സ്കിൽ ടെസ്റ്റും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ആയാലേ മൂന്നാമത്തെ സ്റ്റേജ് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, പാസ്സാവുള്ളൂ. അത് കഴിഞ്ഞൊരു എന്തുണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം റെയിൽവേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ ടെസ്റ്റിനാണ്. കാരണം ഒരുപാട് നിരവധി ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, അവർക്കൊരു ഫിൽറ്ററിങ് വേണം. പല രീതിയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയണം എന്നുള്ളൊരു കാര്യം അവർക്കുണ്ടാവും. അപ്പൊ അത് മാക്സിമം അവരെന്ത് ചെയ്യും, ആ രീതിയിൽ മെഡിക്കലും ഒക്കെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയിട്ട് മാത്രമേ അവർ ഫൈനൽ എന്ത് വരത്തുള്ളൂ, ലിസ്റ്റ് അവർ ഇടത്തുള്ളൂ. അപ്പൊ അതിന് ആ ഒരു അത്രയും ലിസ്റ്റ് വരെയും നമ്മുടെ പേരുണ്ടാവണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തന്നെ നിന്നേ പറ്റുള്ളൂ. അപ്പൊ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് കീപ്പപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തന്നെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞാണ് മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ ഇത്രയും സ്റ്റേജ് കഴിഞ്ഞാലേ NTPC പോലുള്ള ഒരു വലിയൊരു എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സായി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഫസ്റ്റ് എക്സാമിനേഷൻ. ഇനി അടുത്ത സെക്കൻഡ് എക്സാമിനേഷൻ RRB സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന എക്സാമിനേഷൻ. RRB സെക്ഷൻ കൺട്രോളർ നോർമലി പറയുകയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു 2-3 വർഷമായിട്ടാണ്, ഇപ്പം 2 വർഷമല്ല, ഈ ഒരു കഴിഞ്ഞ വർഷത്തിലേക്കാണ് RRB സെക്ഷൻ കൺട്രോൾ പ്രത്യേകം നോട്ടിഫിക്കേഷൻ ആയിട്ട് വിളിക്കാൻ തുടങ്ങിയത്. ഗ്രാജുവേഷൻ ഉള്ള എല്ലാവർക്കും, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ. അതിന് വേണ്ടതായിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ 20 to 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ഒന്നാമത്തത് CBT എക്സാമിനേഷൻ ആണ്. ഒരൊറ്റ ടയർ എക്സാമിനേഷനെ വരുന്നുള്ളൂ. പക്ഷെ അവിടെ എന്തുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, സൈക്കോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്ന CBATന്റെ ടെസ്റ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ RRB സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ പോലെ തന്നെ അത്രയും ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് അതിനും എന്തുണ്ട്, CBATന്റെ ടെസ്റ്റ് അവർ നടത്തുന്നത് കേട്ടോ. അപ്പൊ CBAT ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇത്രയാണ് ബേസിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് വരുന്നത്. അപ്പം നമ്മുടെ NTPCയിൽ 2 ടിയർ എക്സാമിനേഷൻ ആണെങ്കിൽ ഇതിനകത്ത് ഒരു ടിയറേ വരുന്നുള്ളൂ. ഒപ്പം നിങ്ങൾക്ക് CBATന്റെ എക്സാമും കൂടെ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സീരിയസ് ആയിട്ട് നമ്മൾ കണ്ട് നമ്മുടെ ആ ഒരു ലോജിക്കൽ എബിലിറ്റിയും ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് CBAT എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് പിന്നെ ആയാലും പഠിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എന്നെ കൊണ്ട് അത് പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് RRB സെക്ഷൻ കൺട്രോളറിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ആലോചിക്കുക. അപ്പൊ അതാണ് രണ്ടാമത്തെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എക്സാമിനേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് RRB ALP അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ അല്ലെ. ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷന് വേണ്ടിയായിട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 18 to 30 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. പിന്നെ എല്ലാത്തിലും ശ്രദ്ധിക്കുക, നമ്മുടെ റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്, SC STക്ക് ആണെങ്കിൽ 5 വർഷത്തിന്റെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്,
നമ്മുടെ എക്സ് സർവീസ്മാൻ തുടങ്ങിയ ആൾക്കാർക്കെല്ലാം മേജർ റിലാക്സേഷൻ വരുന്നുണ്ട്. PWD കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ജനറൽ കാൻഡിഡേറ്റ്സിന്റെ ഏജ് ലിമിറ്റ് ആണ് പറയുന്നത് 18 to 30 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് 10th പ്ലസ് IT അല്ലെങ്കിൽ ഡിപ്ലോമയാണ് അവർ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ മെട്രിക്കുലേഷൻ പ്ലസ് IT ഓർ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. RRB ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു എക്സാമിനേഷൻ തന്നെയാണ് ലോക്കോ പൈലറ്റ്. സെലക്ഷൻ പ്രോസസ് വരുന്നത് നിങ്ങൾക്ക് എന്തുണ്ട്, 2 tier എക്സാമിനേഷൻ ഉണ്ട് പ്ലസ് CBATന്റെ എക്സാം ഉണ്ട്. അത് മെയിൻ ആണ്. ALPക്ക് പ്രധാനമായിട്ടും നിങ്ങൾ ആ ഒരു CBAT ടെസ്റ്റ് പാസ്സായേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് DV മെഡിക്കൽ എക്സാമിനേഷൻ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ALP ലോക്കോ പൈലറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, A1 സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ കണ്ണിന്റെ ടെസ്റ്റ് ആണ്, വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ റെയിൽവേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പറയുന്ന കണ്ണിന്റെ കാഴ്ച എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റ് അറിയാം, ട്രെയിൻ കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ A1 കാറ്റഗറിയിലായിരിക്കണം അവരുടെ എന്ത് വരേണ്ടത്, അവരുടെ ഒരു വിഷൻ ടെസ്റ്റ്, വിഷൻ വരേണ്ടത്. അപ്പൊ കണ്ണാടി വെച്ച് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. 6/6 വിഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ വിഷൻ ടെസ്റ്റ് മസ്റ്റ് ആണ്. നിങ്ങളിപ്പോ ഈ Tier 1ഉം Tier 2ഉം പാസ്സായി CBATും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ ആ മെഡിക്കൽ എക്സാമിനേഷന് നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സാധനം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്, നിങ്ങൾ എലിമിനേറ്റ് തന്നെയാണ് ആ ഒരു സ്റ്റേജിൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ALP ലോക്കോ പൈലറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ലെവൽ A1 സ്റ്റാൻഡേർഡ് ആണ് അതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. പിന്നെ അതുപോലെ A2 ഇത്രയും പോസ്റ്റുകളൊക്കെ ഉണ്ട്. A2 എന്താണ്, വിത്തൗട്ട് ഗ്ലാസസ് ആണ്, നമുക്ക് കണ്ണാടി ഉപയോഗിക്കാൻ പറ്റില്ല. A3 തൊട്ട് നമുക്ക് വിത്തൗട്ട് ഗ്ലാസസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഈ വിഷൻ കിട്ടണം എന്നുള്ളൊരു കാര്യമുള്ളൂ. 6/9 ആണ് A3ക്ക് വേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ്. അപ്പൊ 6/9 വിഷൻ ഉള്ളവർക്കൊക്കെ പിന്നെ ഉള്ള എക്സാമിനെല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ B1 B2 C1 C2 അപ്പൊ അത് ഓരോ എക്സാമിനും ഇങ്ങനെ അവർ പറഞ്ഞിരിക്കും ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതെന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കും. അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ എക്സാമിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് RRB ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലെവൽ 1 പോസ്റ്റുകൾ എന്ന് പറയുന്നതാണ്. 10th ക്ലാസ് യോഗ്യതയിൽ വരുന്ന എക്സാമിനേഷൻ പോസ്റ്റ് ആണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ RRB ഗ്രൂപ്പ് ഡി ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2024 വിളിച്ചതിന്റെ. അപ്പൊ അതെല്ലാം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ അവർ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും മാക്സിമം എഫേർട്ട് നമ്മൾ ഇടുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയായിട്ട് ദിശ അക്കാഡമിയുടെ തന്നെ പുതിയ പുതിയ കോഴ്സുകൾ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എക്സാമുകൾ വരുന്നുണ്ട്, 8ഓളം എക്സാംസ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും എക്സാംസ് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത്രയും മുന്നേ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പൊ ദിശ അക്കാഡമി റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ചസും പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ വരാൻ പോകുന്ന NTPCക്ക് ഉള്ള സ്പെഷ്യൽ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. മാക്സിമം നിങ്ങൾക്ക് യൂട്യൂബിൽ എല്ലാത്തിലും അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ഏറ്റവും ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള ഒരു സിലബസ് തന്നെ ഉണ്ട്. ആ സിലബസ് എല്ലാം കൃത്യമായ സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് പഠിച്ച് തീർക്കണമെങ്കിൽ ഉറപ്പായിട്ടും ദിശ അക്കാഡമിയുടെ ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ചസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസ് വരുന്നത് എവിടേക്കാണ്, തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ് ആണ്. അവിടെ എല്ലായിടത്തും നമ്മൾ ഓഫ്ലൈനിൽ ഇതിന്റെ എന്താണ് ഈ പറയുന്ന റെയിൽവേ ആനുവൽ കലണ്ടർ റിലീസ് ആയതുകൊണ്ട് തന്നെ റെയിൽവേ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിലും നമ്മൾ അതിൻ്റെതായ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് അതിന് വേണ്ടിയായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഉള്ള നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത് വരുന്നത് RRB ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ലെവൽ 1 പോസ്റ്റുകളാണ്. അപ്പൊ ഓരോ ഇത്രയും പോസ്റ്റുകൾ 11 പോസ്റ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഒരു 10th ലെവൽ സ്റ്റാൻഡേർഡ് ആണ് അല്ലെ, ഒരു 10th ക്ലാസ് യോഗ്യതയിൽ വരുന്ന പോസ്റ്റുകളാണ്. അപ്പൊ നമ്മൾ അത്രയും വിചാരിക്കാം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നല്ല ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നമുക്ക് നല്ല എക്സാംസുകൾ ക്ലിയർ ചെയ്തെടുക്കാൻ നോക്കുക. അല്ല 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ കിട്ടുന്ന ഒരു മിനിമം യോഗ്യതയിലുള്ള ഒരു ജോലി തന്നെയാണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. കുറച്ച് ടാസ്കും കുറച്ച് റിസ്കി ആയിട്ടുള്ള ജോലിയാണ്, പലർക്കും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ഏതൊരു ജോലി ചെയ്താലും നിങ്ങൾ അത് മനസ്സിലാക്കണം. എല്ലാ എക്സാമിനും അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഇത്രയും പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുകളിലൊക്കെ ഓരോ
ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ സെലക്ഷൻ കിട്ടുന്നതനുസരിച്ച് മാറുന്നത്. ഇലക്ട്രിക്കൽ ടീമുണ്ട്, എഞ്ചിനീയറിംഗിന്റെ ടീമുണ്ട്, മെക്കാനിക്കൽ ടീമുണ്ട്, ട്രാഫിക്കിന്റെ ടീമുണ്ട്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നിങ്ങളുടെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, പ്രിഫറൻസ് കൊടുക്കേണ്ടി വരും. ആ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പോസ്റ്റിനും പ്രത്യേകം ജോലികളായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവരെല്ലാം ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ആ വർക്ക് പ്രൊഫൈൽ മനസ്സിലാക്കി ഏതിനാണ് നല്ലതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ഇയേഴ്സ് ആണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th പാസ് ആണ്. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ടയർ എക്സാമിനേഷൻ ആണ്. ഗ്രൂപ്പ് ഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. സിംഗിൾ ടയർ എക്സാമിനേഷനിലൂടെ 10th ക്ലാസ് യോഗ്യതയുള്ളവർക്ക് റെയിൽവേയിൽ എത്താൻ പറ്റുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് RRB ഗ്രൂപ്പ് ഡി ആണ്. അപ്പൊ RRB ഗ്രൂപ്പ് ഡിക്ക് നിങ്ങൾക്ക് വരുന്നത് CBT എക്സാമിനേഷൻ, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും, അതുപോലെ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫിസിക്കലാണ്, റണ്ണിങ് ഒന്നും അല്ല. ബേസിക് ആയിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ആ ഒരു റേസ് പോലെ തന്നെയാണ്. പക്ഷെ 100 മീറ്റർ 200 മീറ്റർ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് നടന്നു പോകണം, ചിലപ്പോൾ ചാക്ക് എടുത്ത് പോകണം. അങ്ങനെ 2 ടാസ്കുകളാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത്. എല്ലാവർക്കും ഈവൻ ഒരുപാട് ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാൾക്ക് പോലും പാസ്സാവാൻ പറ്റുന്ന രീതിയിലുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ RRB ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ചിടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടയർ എക്സാമിനേഷൻ ആണ്. 18 to 36 വയസ്സുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി. അപ്പൊ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാവണം. അത് സിമ്പിൾ ആണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യമാണ് കേട്ടോ. അസിസ്റ്റന്റ്, പോയിന്റ്സ് മാൻ, ട്രാക്ക് മെയിൻറ്റെയിനർ തുടങ്ങിയ പോസ്റ്റുകളാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്ത RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റുകളാണ്. അതിനു വേണ്ടി വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നീ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡുകളിൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നിന്നൊക്കെ പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് കയറുന്നെങ്കിൽ അത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണ്. അതിൽ വരുന്നത് നിങ്ങൾക്ക് 18 to 33 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 3 പോസ്റ്റുകളാണ് എടുത്തു വിളിക്കുന്നത്. അതായത് ഒന്ന് ജൂനിയർ എഞ്ചിനീയറിന്റെ പോസ്റ്റ്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഒന്നി ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി എന്തിൽ വേണം, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ S&T വിഭാഗം. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നേരെ മറിച്ച് നിങ്ങൾ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്ന DMS പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കൂടെ വിളിക്കുന്നതാണ്. അതായത് ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ കുറച്ച് വാക്കൻസി ഏതിനും മാറ്റിവെക്കും. ഈ പറയുന്ന ഡിപ്പോ മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് മാറ്റിവെക്കും. അതിനും എന്താണ്, ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഏതെങ്കിലും എഞ്ചിനീയറിംഗിനുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് ഇതുപോലെ തന്നെ വിളിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് BSc സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, BSc ഏതില്, ഫിസിക്സ് കെമിസ്ട്രിയിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒരു 55% കൂടുതൽ മാർക്ക് മേടിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ആണ് CMS എന്ന് പറയുന്നത്. അതായത് കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റ് കേട്ടോ. അപ്പൊ ആ ഒരു പോസ്റ്റ് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡന്റും കെമിക്കൽ സൂപ്പർവൈസർ, മെറ്റലർജിക്കൽ സൂപ്പർവൈസറും ഇതിനകത്ത് വിളിക്കുന്നതാണ്. നമ്മുടെ ഈ കെമിക്കൽ സൂപ്പർവൈസറിന് അല്ലെങ്കിൽ CMS പോസ്റ്റിനാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി സയൻസിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉൾപ്പെടെയുള്ളതിൽ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന സെലക്ഷൻ പ്രോസസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CBT 1, CBT 2, DV മെഡിക്കൽ എക്സാമിനേഷൻ. ഇതിനും എന്ത് തന്നെയാണ്, 2 tier എക്സാമിനേഷൻ ആണ്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കലും ആണ് വരുന്നത് കേട്ടോ. അതാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് പറയുന്ന തിയററ്റിക്കൽ ബേസിൽ കുറച്ച് പഠിക്കാനുള്ള ഒരു എക്സാമിനേഷൻ ആണ് ജൂനിയർ എഞ്ചിനീയർ. കാരണം സെക്കൻഡ് ഇയറിന് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിന്റെ ആ ഒരു ഇതായിരിക്കും വരുന്നത്, ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടെ നിങ്ങളുടെ തിയററ്റിക്കൽ, നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും അതിൽ കൂടുതലും എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത RRB ടെക്നീഷ്യൻ എന്ന് പറയുന്ന വാക്കൻസി, 6ാമത്തെ വാക്കൻസി RRB ടെക്നീഷ്യൻ ആണ്. നോർമലി ടെക്നീഷ്യൻ വിളിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3 എന്ന് പറയുന്ന 2 പോസ്റ്റുകൾ ചേർത്തിട്ടാണ്. ഓക്കെ, ഗ്രേഡ് 1ഉം ഉണ്ട്, ഗ്രേഡ് 3ഉം ഉണ്ട്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് നമ്മുടെ BSc ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ BSc ഏതെങ്കിലും സബ്ജക്റ്റിൽ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 3 year എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതിലെടുത്തവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിട്ട് എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഡിഗ്രി ഉള്ളവർക്ക്, ഡിപ്ലോമ ഉള്ളവർക്ക്, BSc ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT-ലൊക്കെ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത് കേട്ടോ. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ്. അപ്പോൾ ഓരോ
എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ എന്ന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വിളിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ അവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കും. നിങ്ങൾക്ക് ഏത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കൊടുത്തിരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ പറയുന്ന B1 C1 ഒക്കെ നമുക്ക് അത്യാവശ്യം കണ്ണാടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ്. A3 എല്ലാം അങ്ങനത്തെ പോസ്റ്റുകളാണ്. അപ്പൊ അതനുസരിച്ച് വേണം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിഷൻ വരുന്നത്, 6/9 ആണോ 6/12 ആണോ, അതനുസരിച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തതിൽ തന്നെ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റ് 10th പാസ് പ്ലസ് ITA എന്നുള്ളതാണ്. ITA-യും 10ാം ക്ലാസ് പാസ് ചെയ്ത് ITA പഠിച്ചവർക്കുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് ടെക്നീഷ്യൻ വേക്കൻസി. അതുകൊണ്ടാണ് ടെക്നീഷ്യൻ വേക്കൻസി വിളിക്കുന്നത് തന്നെ. അപ്പൊ ജൂനിയർ എഞ്ചിനീയർ കുറച്ചും കൂടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ളവർക്കാണെങ്കിൽ ടെക്നീഷ്യൻ വേക്കൻസി വിളിക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് ITA പഠിച്ചവർക്കാണ്. ALP അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ITA പഠിച്ചവർക്കാണ്. ഇതിലിപ്പോ എന്താണ് 10ാം ക്ലാസ് പ്ലസ് ITA അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അപ്രന്റീസ്ഷിപ്പ് ഈ പറയുന്ന ITA ഒരു രീതിയിലോ പറയുന്ന അപ്രന്റീസ്ഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയവർക്കാണെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെക്നീഷ്യൻ ഗ്രേഡ് 3 അതിലാണ് കൂടുതൽ വേക്കൻസി വിളിക്കാറുള്ളത്. അതിനകത്ത് തന്നെ കാർപ്പൻറ്റർ ഉണ്ട്, ഡീസൽ മെക്കാനിക് വർക്ക്ഷോപ്പ് ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പുകളുണ്ട്, ഫിറ്റർ ഉണ്ട്, പെയിന്റർ ഉണ്ട്, ട്രിമ്മർ ഉണ്ട്, വെൽഡർ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തിലാണോ ട്രേഡ് എന്തിലാണോ എന്ന് നോക്കിയിട്ട് ആ വേക്കൻസി അനുസരിച്ച് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡും കൂടെ നോക്കി വേണം അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിനാണെങ്കിൽ 18 to 33 വയസ്സും ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ 18 to 30 വയസ്സുമാണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാറിയത് കൊണ്ടാണ് ഏജ് ലിമിറ്റിലും അതിൻ്റെതായ ചേഞ്ച് വന്നത്. ഗ്രേഡ് 1 സിഗ്നലിനാണെങ്കിൽ 18 to 33 വയസ്സ് വരെയും, അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെങ്കിൽ 18 to 30 വയസ്സ് വരെ ഉള്ളവർക്കുമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഇനി അടുത്ത RRB മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇത് രണ്ടുമാണ്. അതായത് 7ാമത്തെ പോസ്റ്റ് ആയിട്ടുള്ള RRB മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയും RRB പാരാമെഡിക്കൽ പോസ്റ്റ് എന്ന് പറയുന്ന ഈ 2 പോസ്റ്റുകളുമാണ് കുറച്ചധികം ആൾക്കാർക്ക്. അതായത് നോർമലി നമ്മൾ വിളിക്കുന്നത് എന്താണ് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, +2 ക്വാളിഫിക്കേഷൻ, ഡിഗ്രി, ഡിപ്ലോമ, ഇതൊക്കെയാണ് ITA ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനൊക്കെ പുറമെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് ഒന്ന് MI പോസ്റ്റ് എന്ന് പറയാം, മിനിസ്റ്റീരിയൽ പോസ്റ്റും അതുപോലെ തന്നെ പാരാമെഡിക്കൽ പോസ്റ്റും. മിനിസ്റ്റീരിയൽ പോസ്റ്റുകളിലേക്ക് വരുന്ന മെയിൻ ആയിട്ട് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് റോള് കാണും, സയന്റിഫിക് സൂപ്പർവൈസർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, ചീഫ് ലോ അസിസ്റ്റന്റ്, അതായത് ലോ ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, B.Ed കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ സയന്റിഫിക് അസിസ്റ്റന്റ് ആൻഡ് ട്രെയിനിങ് പോസ്റ്റ്, ട്രെയിനർ പോസ്റ്റ് ഉണ്ട്, ട്രാൻസ്ലേറ്റർ പോസ്റ്റ് ഉണ്ട്, ലൈബ്രറിയൻ പോസ്റ്റുകളുണ്ട്, മ്യൂസിക് ടീച്ചറിന്റെ പോസ്റ്റ്, അങ്ങനെ ഇഷ്ടംപോലെ അതുപോലത്തെ പോസ്റ്റുകൾ, പറയുന്ന ലബോറട്ടറി അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്, അസിസ്റ്റന്റ് ടീച്ചർ പോസ്റ്റ്, ഇതൊക്കെ എന്താണ് അവരുടെ തന്നെ, അതായത് റെയിൽവേയുടെ തന്നെ സ്കൂളുകളിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ അതർ ആയിട്ടുള്ള ഈ പറയുന്ന പോലെ മെഡിക്കൽ ഹോസ്പിറ്റൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ തന്നെ മറ്റ് ഫീൽഡുകളിലേക്കുള്ള ഒരു സെലക്ഷൻ എൻട്രി കിട്ടുന്നത് ഈ പറയുന്ന പോസ്റ്റ് വഴിയാണ്. അപ്പൊ അതിന് വേണ്ടത് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് 18 വയസ്സ് തൊട്ട് 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതായത് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, ഇതിനൊക്കെ ഏകദേശം 33-ന് കൂടുതലായിട്ടുള്ള പ്രായമാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈബ്രറിയൻ പോസ്റ്റിന് മാത്രമാണ് 18 to 33 പറയണം. ബാക്കി എല്ലാം 33-ന് മുകളിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ബേസിക് ജനറൽ കാർക്കുള്ള കാര്യമാണ് പറയുന്നത്. അതിന് പ്രത്യേകം റിലാക്സേഷൻ കിട്ടിയ അതിനേക്കാളും ഉണ്ട്. ഇപ്പൊ ടീച്ചേഴ്സിനൊക്കെ 48 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈവൻ ചെറിയ ചെറിയ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ B.Edന്റെ ക്വാളിഫിക്കേഷൻ, DLED ഒക്കെ ക്വാളിഫിക്കേഷൻ, +2 കഴിഞ്ഞവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ എക്സ്പീരിയൻസ് ചിലതിൽ ചോദിക്കുന്നുണ്ട്, ചിലതിൽ ചോദിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ പോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. സെലക്ഷൻ പ്രോസസ് വരുന്നത് ഒരു CBT മാത്രമേ ഉള്ളൂ. ഇതിനും ഒരു Tier 1 എന്ന് പറയുന്ന സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ടൈപ്പിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് സ്കിൽ ടെസ്റ്റും DV മെഡിക്കൽ എക്സാമിനേഷനും ആണ് വരുന്നത്. ഇത്രയാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ എക്സാംസുകളിലൊക്കെ ബേസിക് ആയിട്ടുള്ള CBTയിൽ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ റെയിൽവേ ആണ്. മാത്സ് ചോദിക്കും, അതുപോലെ തന്നെ റീസണിങ് ചോദിക്കും, അതുപോലെ GK ചോദിക്കും. ഇംഗ്ലീഷ് നമുക്കില്ല, റെയിൽവേ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഇല്ല. GK ചോദിക്കും, പ്ലസ് നിങ്ങൾക്ക് ജനറൽ സയൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു സബ്ജക്ട് ഈ പറയുന്ന ഇത്രയും 4 സബ്ജക്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ആയെന്നുള്ള രീതിയാണ് പറയുന്നത്. അതായത് നമ്മുടെ മാത്സ്, റീസണിങ്, GK എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് GK, കറണ്ട് അഫേഴ്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി എന്ന് പറയുന്ന അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. അത് കഴിഞ്ഞ് നമ്മുടെ ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി,
എന്ന് പറയുന്ന സാധനം. ഓക്കെ, അത്രയും ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഈ പറയുന്ന പോലെ എല്ലാ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുകയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നോട്ടിഫിക്കേഷൻ വരുന്ന RRB പാരാമെഡിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള പാരാമെഡിക്കൽ വിഭാഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് പാരാമെഡിക്കൽ പറയുന്നത്. നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അതുപോലെ ഫാർമസിസ്റ്റ് പോസ്റ്റുകളിലേക്ക്, അതായത് നിങ്ങൾ ഡിപ്ലോമ ഫാർമസി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ BSc നഴ്സിംഗ് ചെയ്തവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഡിപ്ലോമ എടുത്തവർ, ECG ടെക്നീഷ്യൻ ഡിപ്ലോമ, ലബോറട്ടറി അസിസ്റ്റന്റിന്റെ ഡിപ്ലോമ, റേഡിയോഗ്രാഫറിന്റെ ഡിപ്ലോമ, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമസ് ഒക്കെ ചെയ്തവർക്ക് നല്ല ചാൻസസ് ആണ് അവിടെ വരുന്നത്. ഈവൻ ഡിപ്ലോമ ഉണ്ട്, +2 കഴിഞ്ഞ് ഡിപ്ലോമ എടുത്ത എല്ലാവർക്കും ചാൻസ് കിട്ടുന്ന ഒരു റോളാണ് പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. ടിപ്പിക്കൽ ഏജ് പറയുന്നത് 18 to 36 ഇയേഴ്സ് ആണ്. ഓരോ പോസ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റുകളാണെങ്കിൽ കുറച്ചും കൂടെ ഏജ് റിലാക്സേഷൻ കിട്ടും കേട്ടോ. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന പോലെ പോസ്റ്റ് സ്പെസിഫിക് ആണ്. നഴ്സിംഗ് സൂപ്രണ്ട് ആണെങ്കിൽ BSc നഴ്സിംഗ് ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ഡിപ്ലോമ ആയിരിക്കും ചില നഴ്സസ് ഇതിന് വേണ്ടി വരേണ്ടത്, അല്ലെങ്കിൽ B.Pharm കഴിഞ്ഞവർക്ക് ഫാർമസിസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതുപോലെ 11th ഡിഗ്രി ഓരോന്നിനും വേണ്ടതായിട്ടുള്ള ഈ പറയുന്ന ഡിപ്ലോമകൾ, ടെക്നീഷ്യന്റെ, റേഡിയോഗ്രാഫറിന്റെ, എക്സ്റേ ടെക്നീഷ്യന്റെ ഒക്കെ ഡിപ്ലോമകൾ ചെയ്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് കീഴിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഹോസ്പിറ്റൽ ഓൾസോ ഈ പറയുന്ന ടീച്ചിങ് ഫീൽഡിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇതിൽ വരുന്നതാണ്. ഇവിടെ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പൊ ഇങ്ങനത്തെ റോളുകളിൽ ഒരൊറ്റ CBT ആയിരിക്കും വരുന്നത്, ഒരൊറ്റ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും എക്സാംസുകൾ വരുന്നുണ്ട്. ഈ പറയുന്ന റെയിൽവേയുടെ ഭാഗത്തു നിന്നും മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 8 നോട്ടിഫിക്കേഷനും വിവിധ തരം പോസ്റ്റുകളും വിവിധ തരം ഓപ്പർച്യൂണിറ്റീസും ആണ് നിങ്ങൾ കൊണ്ടുതരുന്നത്. അപ്പൊ ഈ 8 എക്സാം എഴുതാൻ പറ്റുന്ന ആൾക്കാർ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ 5 എക്സാമോളം എഴുതാൻ പറ്റുന്ന ആൾക്കാർ കാണും. അപ്പൊ നിങ്ങളുടെ ഓരോ എക്സാമിന്റെ ചാൻസ് മിസ്സാക്കാണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയായിട്ട് കൃത്യമായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. നല്ല രീതിയിൽ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും ആ ഒരു നോളജും കാര്യങ്ങളും എല്ലാം. അപ്പൊ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈവൻ യൂട്യൂബ് ക്ലാസ് നമ്മൾ പല രീതിക്കുള്ള ക്ലാസ്സസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജോയിൻ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സെറ്റ് ആവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പുതിയൊരു വർഷമാണ്, പുതിയൊരു തുടക്കമാണ്. 2026 കലണ്ടർ തന്നെ ഈ ഒരു മാസമേ, അതായത് 2025 തന്നെ റിലീസ് ചെയ്യുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ അതും ഇനിയിപ്പോ വൈകാതെ തന്നെ SSCയുടെ കലണ്ടർ റിലീസ് ആവാൻ പോകുന്നു. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ചാൻസ് ഓപ്പൺ ആവുന്ന സമയമാണ്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.